ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് FIUGP BBA സെമസ്റ്റർ 1 സബ്ജക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫിനാൻഷ്യൽ ഡേറ്റ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ചാപ്റ്റർ 4 ആയിട്ടുള്ള ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപായിട്ട് പറയാനുള്ളത് ഈ സബ്ജക്റ്റിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫിനാൻഷ്യൽ ഡേറ്റ എന്ന് പറയുന്നത്. എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റ് കൂടിയാണിത്. 5 മൊഡ്യൂളിലായിട്ട് ഏകദേശം 7 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഈ 7 ചാപ്റ്ററിൽ 5ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ എന്ന് പറയുന്ന മൊഡ്യൂളിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് 7ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ അതൊട്ടും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾക്ക് എക്സാമിന് പഠിക്കേണ്ടത് 6 ചാപ്റ്റേഴ്സാണ്. അതായത് 1 മുതൽ 6 വരെയുള്ള ചാപ്റ്റേഴ്സാണ് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ പറയുന്ന അക്കൗണ്ടിങ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫിനാൻഷ്യൽ ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ വീഡിയോ ചെയ്യാം എന്നുള്ളത് വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു PPT പ്രസൻറ്റേഷൻ അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതായത് ടൈപ്പ് ചെയ്തിട്ടല്ല ഞാൻ കണ്ടൻറ്റുകളൊന്നും കൊടുത്തിട്ടുള്ളത്. ഞാനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് ഡിസ്പ്ലേ ചെയ്തിട്ടാണ്, അതിൻ്റെ ഇമേജസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാനായിട്ട് മടിക്കരുത്. തുടർന്ന് പോകുന്ന സമയത്ത് എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുക തന്നെ ചെയ്യാം. അപ്പോൾ ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചാപ്റ്റേഴ്സ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്റർ ഏകദേശം 3 അല്ലെങ്കിൽ 4 പാർട്ടുകളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കാനായിട്ട്. നിങ്ങളൊരു കുറച്ച് നേരം സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ essay ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതായിരുന്നു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതായത് ട്രേഡിംഗ് അക്കൗണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. കേൾക്കുമ്പോൾ വളരെ ലോങ് ആയിട്ട് തോന്നും, പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുറച്ച് സമയം മാത്രം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നതിന് മുൻപായിട്ട് എന്താണ് ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഞാനിവിടെ ഒരു വളരെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്ന ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചാപ്റ്റർ 4 ആണ് ഫൈനൽ അക്കൗണ്ട്സ് ഫോർ എ സോൾ ട്രേഡർ എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ച് പഠിക്കും, ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പഠിക്കും. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരിക, പ്രോബ്ലം വരുന്നത്. ആദ്യം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോന്നിൻ്റെയും പ്രോബ്ലം പഠിച്ചതിന് ശേഷം മാത്രമേ കമ്പൈൻ ചെയ്തൊരു പ്രോബ്ലം പഠിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലാസ്സുകൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നോട്ട്സും കൂടെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, അതിനുശേഷം നിങ്ങൾ നോട്ട്സ് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യം. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും നോക്കാം. ഇതാണ്ട് ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, എക്സ്പ്ലനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെഡിങ് കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കേണ്ട കാര്യമാണ്. അത് മാത്രം നോക്കിയാൽ മതി എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് മനസ്സിലാക്കാനായിട്ട്. നോക്കിക്കേ എന്താ പറയുന്നത്. ആദ്യം ഫൈനൽ അക്കൗണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ. ഒരു ബിസിനസ് മാൻ്റെ അവർ ചെയ്യുന്ന ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അത്ര ഓക്കെ ആണല്ലോ. ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബിസിനസ് മാൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ അസർട്ടൈൻ ചെയ്യുന്നതിനാണ് ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. നോർമലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, 1st April അതുപോലെ തന്നെ ടു 31st March ആണ്, അല്ലെങ്കിൽ 1st January to 31st December ആകാം. അതാണ് ഒരു പെർട്ടിക്കുലർ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ശ്രദ്ധിച്ച്, ഫൈനൽ അക്കൗണ്ട് ആർ പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് എ ബിസിനസ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ അസർട്ടൈൻ ചെയ്യാനാണ് ഈ പറയുന്ന ഫൈനൽ അക്കൗണ്ട് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്.
ടു മെയിൻ സ്റ്റേറ്റ്മെൻറ്റ്. ഏതൊക്കെയാണ് ഈ ഫൈനൽ അക്കൗണ്ടിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റാണ് എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്ന 2 കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് രണ്ടും രണ്ടാണല്ലേ. എന്നിട്ട് നമ്മളതിനെ കമ്പൈൻ ചെയ്ത് പഠിക്കും. ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് പഠിക്കും, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് പഠിക്കും, പിന്നെ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് പഠിക്കും. ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്? ഫിനാൻഷ്യൽ പൊസിഷൻ, ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ പോലും നിങ്ങൾക്ക് കാര്യം എന്തായിട്ടുണ്ട്? ക്ലിയർ ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് 1 നോക്കുകയല്ലേ. ട്രേഡിംഗ് അക്കൗണ്ട് നോക്കിക്കേ. ഡെഫിനിഷനും ഔട്ട്കമ്മുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്? പർച്ചേസിങ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ്. ട്രേഡിംഗ് ആണല്ലേ. ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പർച്ചേസും സെയിലും ഒക്കെ നടത്തിയ സമയത്തെ പ്രോഫിറ്റ് ആയിരുന്നോ ലോസ് ആയിരുന്നോ ഉണ്ടായത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്? ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്നും ലോസ് ആണെങ്കിൽ ഗ്രോസ് ലോസ് എന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ? അണ്ടർലൈൻ ചെയ്ത കാര്യം മാത്രമാണ് മിസ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കേണ്ടത്? ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവുമാണ് എടുക്കേണ്ടത്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ഗുഡിനെ കംപ്ലീറ്റ് ആക്കാൻ അല്ലെങ്കിൽ ഫിനിഷ് ആക്കാൻ വേണ്ടി വരുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ചിലവുകളെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് സെയിലാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ മുന്നോട്ട് നോക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മനസ്സിലാക്കും എന്താണ് ഡയറക്റ്റ് ഇൻകം, എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആണല്ലേ. ആ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ചെയ്യുന്ന സമയത്ത് അതിന് പ്രോഫിറ്റ് ആയിരുന്നോ ലോസ് ആയിരുന്നോ ഉണ്ടായിരുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയുമെങ്കിൽ ഒന്നെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഗ്രോസ് ലോസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ടിലില്ല എന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് മറക്കരുത്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. ഞാൻ ഡയറക്റ്റ് എന്ത് ചെയ്യുകയല്ല ചെയ്യുന്നത്? ഒരു പ്രോബ്ലത്തിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഒരു എക്സാമ്പിൾ പറയും. എക്സാമ്പിളിൽ നിന്ന് നമ്മൾ കുറച്ച് എമൗണ്ട് എടുക്കും. ആ എമൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പഠിക്കും. നമ്മൾ ആ ഫോർമാറ്റിലേക്ക് അപ്ലൈ ചെയ്യും. അത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയാലോ നമുക്ക് എന്താ ഇവിടെ പറയുന്നതെന്ന് നോക്കിക്കേ. ലാപ്ടോപ്പ് മാനുഫാക്ചറിങ് ബിസിനസ്. എൻ്റെ ബിസിനസ് എന്ത് ബിസിനസ്സാണ്? ലാപ്ടോപ്പ് മാനുഫാക്ചറിങ് ബിസിനസ്സാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണ്? ഈ കമ്പനിയുടെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണ്? ലാപ്ടോപ്പാണ്. ഓക്കെ. ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്ന സാധനം എനിക്ക് വെറുതെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? മരത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണോ ലാപ്ടോപ്പ്? അല്ല. അപ്പോൾ അതിനെന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണമല്ലേ. എന്തൊക്കെ റോ മെറ്റീരിയൽസാണ്? മോണിറ്റർ, കീബോർഡ്, ഹാർഡ് ഡിസ്ക് പോലെയുള്ള എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണം. ഈ പറയുന്ന റോ മെറ്റീരിയൽ ഇവിടെ ഒന്നും കിട്ടാനില്ല കേട്ടോ. ഞാനത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്? കർണാടകയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കേരളത്തിലുള്ള എൻ്റെ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു? കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ? അവിടെ ഒന്നും ഡൗട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കമ്പനി ലാപ്ടോപ്പ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. എൻ്റെ കമ്പനി എന്ന് പറയുന്നത്, എൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ലാപ്ടോപ്പാണ്. അതുണ്ടാക്കാനായിട്ട് എനിക്ക് റോ മെറ്റീരിയൽ വേണം. ഈ റോ മെറ്റീരിയൽ ഞാൻ കർണാടകയിൽ പോയിട്ടാണ് കൊണ്ടുവരുന്നത്. എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? കേരളത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അത്രയും ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് എമൗണ്ടുകൾ എന്ത് ചെയ്യാം? എടുക്കാം. നോക്കിക്കേ. നെക്സ്റ്റ് എന്താ പറയുന്നത്? വി ആർ ഗോയിങ് ടു പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റാസൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും അവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണോ എനിക്കുണ്ടായത്, ഗ്രോസ് ലോസ് ആണോ എനിക്കുണ്ടായത്, ഇല്ലേ?
ആ സെൻറ്റൻസ് കറക്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കിക്കേ. എന്താ? ഗ്രോസ് ലോസ് ഓർ ഗ്രോസ് പ്രോഫിറ്റ് റിസൾട്ടിങ് ഫ്രം ദ ബൈയിങ് ആൻഡ് സെല്ലിങ് അല്ലേ? ബൈയിങ്ങും സെല്ലിങ്ങും നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണ്? ഗ്രോസ് ലോസ് ആണോ ഗ്രോസ് പ്രോഫിറ്റ് ആണോ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? നോക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, എനിക്ക് പർച്ചേസ് ചെയ്ത സമയത്ത് എന്ത് വന്നു? 5 ലക്ഷം രൂപ എനിക്ക് ചിലവ് വന്നു. എത്ര ലക്ഷം രൂപ ചിലവ് വന്നു? 5 ലക്ഷം രൂപ ചിലവ് വന്നു. എന്ത് പർച്ചേസ് ചെയ്തപ്പോഴാണ്? നോക്കിക്കേ, റോ മെറ്റീരിയൽസ് എന്ത് ചെയ്ത സമയത്താണ് എനിക്ക് 5 ലക്ഷം രൂപ ചിലവ് വന്നത്. അവിടെ കാര്യങ്ങളൊക്കെ ആണല്ലോ, എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിക്കേ, ഫ്രൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ചാർജിനെയാണ് നമ്മളിവിടെ ഫ്രൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പറയുന്നതിന് മുമ്പ് മിസ് ഒരു കാര്യം പറയട്ടെ. ഈ പർച്ചേസ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽ മാത്രം മേടിച്ചാൽ മിസ്സിന് ബിസിനസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. റോ മെറ്റീരിയൽസ് മാത്രം മേടിച്ചാൽ മിസ്സിന് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ? ബിസിനസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ മേടിച്ച സാധനം എനിക്ക് എങ്ങോട്ട് കൊണ്ടുവരണം? നാട്ടിലോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ പർച്ചേസ് കൊണ്ട് മാത്രം എൻ്റെ ചിലവ് അവസാനിക്കുന്നില്ല, വേറെയും കുറച്ച് ചിലവുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തതുകൊണ്ട് മാത്രം എൻ്റെ ചിലവ് അവസാനിക്കുന്നില്ല, എനിക്ക് വേറെയും ചിലവുകൾ വരുന്നുണ്ട്. ആ വേറെ ചിലവെന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഇച്ചിരി കഴിയുമ്പോൾ എന്ത് ചെയ്യും? മിസ് പറഞ്ഞുതരും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്, അതായത് ഈ കർണാടകയിൽ നിന്ന് കേരളത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര ലക്ഷം രൂപയായി? 10K 10,000 രൂപ ചിലവ് വന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വന്നിട്ടുള്ള ഈ ഒരു ഗുഡ്സിനെ എനിക്ക് ഗോഡൗണിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ എന്ത് വരുന്നുണ്ട്? ചിലവ് വരുന്നുണ്ട്. അതായത് കേരളത്തിൽ ഗോഡൗണിന് പുറത്ത് സാധനം വന്ന് ഗോഡൗണിൻ്റെ ഉള്ളിലേക്ക് കയറ്റണ്ടേ? ചുമന്ന് കൊണ്ട് കയറ്റണം. അങ്ങനെ ചുമന്ന് കൊണ്ട് കയറ്റുന്നതിന് എന്താ നമ്മൾ പറയുക? ക്യാരേജ് ഇൻവേർഡ് എന്നാണ് പറയുക. ക്യാരേജ് ഇൻവേർഡ് എനിക്ക് എത്ര വന്നു? 5K അല്ലേ? 5K എനിക്ക് എന്ത് വന്നു? ക്യാരേജ് ഇൻവേർഡ് വന്നു. അത്ര ഓക്കെ ആണല്ലോ മക്കളെ? അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് മിസ്സിന് എത്ര വന്നു? ഇത് ഗോഡൗണിലോട്ട് എത്താൻ വേണ്ടിയിട്ട് 5,15,000 രൂപയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഗോഡൗണിലേക്ക് എത്തിക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇത് ഗോഡൗണിൽ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് മിസ്സിന് ലാപ്ടോപ്പ് ആയോ? ഇല്ല. ഇപ്പോൾ റോ മെറ്റീരിയൽസ് വന്നത് മാത്രമേ ഉള്ളൂ. ഇനി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കുക? അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിക്കേ. അസംബ്ലിങ് റോ മെറ്റീരിയൽസ് ഇൻ ടു എ ഫിനിഷ്ഡ് ലാപ്ടോപ്പ്. എന്ത് ചെയ്യാനായിട്ട് പോവാണ്? ഈ പറയുന്ന റോ മെറ്റീരിയലിനെ എല്ലാം അസംബിൾ ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്ക് തന്നെ കണ്ട റോ മെറ്റീരിയൽസ് മുഴുവൻ ലാപ്ടോപ്പ് ആക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. എനിക്കവിടെ പണിക്കാളെ വെക്കണം. അതിന് ഞാൻ ആൾക്കാർക്ക് എന്ത് കൊടുക്കണം? വേജ് കൊടുക്കണം. ഓക്കെ ആണോ? വേജിന് എത്രയായി? 10,000 രൂപയായി. ഫാക്ടറി ഇലക്ട്രിസിറ്റി, ഇതുണ്ടാക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി ചിലവാവില്ലേ? അല്ലേ? ഈ ലാപ്ടോപ്പിലേക്ക് മാറ്റാനായിട്ട് ഇലക്ട്രിസിറ്റി ചിലവാകും. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ചിലവുകളാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഫാക്ടറി ഇലക്ട്രിസിറ്റി 5,000 രൂപ. ഫാക്ടറിൻ്റെ ഉള്ളിലുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ റെൻറ്റും കൊടുക്കണം. എത്രയാണ് വരുന്നത്? 5,000 രൂപയാണ് വരുന്നത്. എത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ടോട്ടൽ 20,000 രൂപയാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? എനിക്ക് നേരത്തെ വന്നിട്ടുള്ള 15,000 ഇപ്പോൾ വന്നിട്ടുള്ള 20,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 5,15,000 20,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വരുന്നത് 5,35,000 രൂപയാണ് എന്തെന്ന് വരുന്നത്? എനിക്ക് വരുന്ന ചിലവ്, ടോട്ടൽ ചിലവെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? എനിക്ക് റോ മെറ്റീരിയൽ മാത്രം മേടിക്കാൻ എത്ര എനിക്ക് ആയത്? 5 ലക്ഷം രൂപയാണ് ആയത്. എനിക്ക് വേറെയും ചിലവുകൾ വന്നിട്ടുണ്ട്. അതർ എക്സ്പെൻസസ്, ഞാൻ അവിടെ നേരത്തെ പറഞ്ഞായിരുന്നു വേറെ എനിക്ക് വരുന്ന ചിലവുകൾ. ഇതൊന്നും കൂടാതെ എനിക്ക് വേറെ വരുന്ന ചിലവാണെന്ന് പറയുന്നത് 35,000 രൂപ എന്ന് പറയുന്നത് ആണല്ലോ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്താ പറയണേ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഡൗട്ട് ഇല്ലയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മിസ് തുടക്കത്തിലേ പറഞ്ഞു, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഡയറക്റ്റ് ഇൻകവുമാണ്. ഈ പറഞ്ഞതെല്ലാം എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ഇൻകം എന്താണ്? സെയിൽ നടത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത്. ഡൗട്ട്സ് ഇല്ലയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഇതുകൊണ്ട് എൻ്റെ പണി കഴിഞ്ഞോ? ഇല്ല. ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ലാപ്ടോപ്പ് എല്ലാം ഉണ്ടാക്കി വെച്ചു. അതിന് എനിക്ക് ഈ പറയുന്ന
ഇത്തരത്തിലുള്ള ചിലവുകളെല്ലാം എനിക്ക് വന്നു. അങ്ങനെയാണ് എനിക്കിത് സെയിൽ ചെയ്യണ്ടേ. സെയിൽ ചെയ്ത് കഴിഞ്ഞാലല്ലേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ എനിക്ക് ലാഭമായിരുന്നോ നഷ്ടമായിരുന്നോ എന്നുള്ളത്. അന്ന് നമുക്ക് ലാപ്ടോപ്പിനെ സെയിൽ ചെയ്യാൻ പോവാം. നോക്കിക്കേ, ലാപ്ടോപ്പിന് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് പോവാണ്. സെയിൽ ചെയ്ത സമയത്ത് എനിക്ക് എത്ര രൂപയാണ് മക്കളെ സെയിൽ ചെയ്തപ്പോൾ കിട്ടിയത്? 6 ലക്ഷം രൂപയാണ് എനിക്ക് സെയിൽ ചെയ്യാനായിട്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ 6 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പ് കൊടുത്തേ. അപ്പോൾ ഒരു ലാപ്ടോപ്പ് കേടാന്ന് പറഞ്ഞിട്ട് അവരെന്നോട് എന്ത് പറഞ്ഞു? അതെനിക്ക് തിരിച്ചു കൊണ്ട് തന്നു, റിട്ടേൺ തന്നു ഇല്ലേ? അതിനെന്താ പറയുക? റിട്ടേൺ ഇൻവേർഡ്സ് ആണ്. ഞാൻ സെയിൽ ചെയ്ത സാധനം തിരിച്ചു വരികയാണെങ്കിൽ റിട്ടേൺ ഇൻവേർഡ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഡൗട്ട്സ് വരരുത്. നമ്മളിതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വേറെ കാര്യങ്ങൾ പറയും. അപ്പോൾ സെയിൽ ചെയ്ത കാര്യം തിരിച്ചു വന്നാൽ റിട്ടേൺ ഇൻവേർഡ്സ് ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്താണെങ്കിലോ റിട്ടേൺ ഔട്ട്വേർഡ്സ് ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നെറ്റ് സെയിൽ എന്താ മക്കളെ? 6,10,000 രൂപ തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ 5,90,000 രൂപയാണ് എന്തെന്ന് പറയുന്നത് എൻ്റെ നെറ്റ് സെയിൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് ആയിരുന്നോ ലോസ് ആയിരുന്നോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഞാൻ സെയിൽ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് 5,90,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് വന്നിട്ടുള്ള ചിലവെന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 5,35,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ലാഭം എത്രയാണ്? 55,000 രൂപ. നോക്കിക്കേ, എനിക്ക് എന്താ കിട്ടിയത്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ് അതിൽ നിന്ന് ഫിഗറുകളെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കിക്കേ, നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആണെന്ന് കണ്ടെത്തി. അപ്പോൾ ഇത്ര നമ്മൾ കണ്ടെത്തി. ഓക്കെ ആണല്ലോ. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. പക്ഷേ ഈ പറയുന്ന ട്രേഡിംഗ് അക്കൗണ്ടിങ്ങിന് എന്തുണ്ട്? ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മാറ്റണം. അങ്ങനെ കൂടി മാറ്റി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു ഡൗട്ടും വേണ്ട. നമ്മുടെ എല്ലാ പരിപാടികളും എന്ത് ചെയ്തു? കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് പ്രോഫിറ്റ് കാണുന്നത് അല്ലെങ്കിൽ ലോസ് കാണുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഫോർമാറ്റിലേക്ക് മാറ്റാം. വളരെ സിമ്പിളാണ് കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 സ്ലൈഡുകളിലായിട്ട് എന്താണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഭാഗമാണ്. ഇനി അടുത്ത ഭാഗത്തിൽ ഞാൻ എന്തും ചെയ്തിട്ടുണ്ട്? സെക്കൻഡ് പാർട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നാണ് 2 പേജിൽ വന്നതുകൊണ്ട് 2 സ്ലൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ആ എമൗണ്ടിനെ, അത് ഗ്രോസ് പ്രോഫിറ്റ് ആവട്ടെ ഗ്രോസ് ലോസ് ആവട്ടെ, നമ്മൾ എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് കേട്ടോ. നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഈ എമൗണ്ട് എവിടെ നിന്നാണ് വന്നത്? ഗ്രോസ് ലോസ് ആണെങ്കിലും ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നാണ് വന്നത് എന്ന് നമ്മൾ എടുത്ത് പറയും. അപ്പോൾ നിങ്ങൾ ഈ ഫോർമാറ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല പക്കയായിട്ട് പഠിച്ചു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇത് മാത്രം പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ സിമ്പിളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം അല്ല, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ഉണ്ടല്ലോ, ആ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ആ സെയിം എമൗണ്ട് യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ 55,000 രൂപയാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ ഫോർമാറ്റിലേക്ക് മാറ്റുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചെന്ന് നോക്കിക്കേ. ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. അതിന് ഹെഡിങ് കൊടുക്കണം. ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ്, ആളുടെ പേര് പറയുന്നുണ്ടെങ്കിൽ പേര് കൊടുക്കുക. ഫോർ ദ ഇയർ എൻഡിങ്, ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് കൊടുക്കുക. പർട്ടിക്കുലർ കോളം കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് 2 സൈഡും ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബൈ സൈഡുമാണ്. അതായത് ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ 2 സൈഡിൽ നമ്മൾ എഴുതേണ്ടത് ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു ഡയറക്റ്റ് എക്സ്പെൻസുകൾ. ഫ്രൈറ്റ്, ക്യാരേജ് ഇൻവേർഡ്, വേജ്, റെൻറ്റ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെയായിരുന്നു എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ വരുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്താ വരുന്നത്? ഡയറക്റ്റ് ഇൻകം ആണ് വരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിലാണ് നമ്മുടെ ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത്. ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി മക്കളെ, വേറൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫോർമാറ്റ് പോലെ നോക്കുകയല്ലേ. നോക്കിക്കേ, 2 സൈഡിൽ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ഓപ്പണിംഗ് സ്റ്റോക്ക്. നമ്മുടെ എക്സാമ്പിളിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ ജസ്റ്റ് എക്സാമ്പിളല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ ആണല്ലോ. പക്ഷേ ഇനി വരുന്ന പ്രോബ്ലത്തിൽ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിന് അവിടെ ഒന്നും എഴുതണ്ട. പിന്നെ എന്താ വരുന്ന ഫോർമാറ്റിലേക്ക് നോക്കിക്കേ, പർച്ചേസ് ആണല്ലേ വരുന്നത്. അപ്പോൾ പർച്ചേസ് ഇന്നർ കോളത്തിൽ എഴുതുക,
പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ മാത്രം ഇന്നർ കോളത്തിൽ എഴുതുക, അല്ലെങ്കിൽ ഔട്ടർ കോളത്തിൽ എഴുതിയാലും മതി. ഇനി ഇന്നർ കോളത്തിൽ എഴുതി ഔട്ടർ കോളത്തിൽ എഴുതിയാലും കുഴപ്പമില്ല. അതായത് ഇന്നർ കോളം എന്ന് പറയുന്നത് ഇതിനെ ആട്ടോ ഇന്നർ കോളം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ പർച്ചേസ് എത്ര രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സാമ്പിളിൽ നോക്കിക്കേ. മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പർച്ചേസ് എത്ര രൂപയ്ക്കാണെന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും. എത്ര രൂപയ്ക്കായിരുന്നു മക്കളെ? 5 ലക്ഷം രൂപയ്ക്കായിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ഉണ്ടല്ലോ എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പർച്ചേസ് എഴുതി. എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് നമ്മൾ റിട്ടേൺ കൊടുത്തിരുന്നോ? ഇല്ല, ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പർച്ചേസ് എത്ര വരിക? 5 ലക്ഷം രൂപയാണ് വരുന്നത്. ഇനി നമ്മളെല്ലാം എഴുതാൻ വേണ്ടി പോകണം എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ്. നമ്മളിവിടെ എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, അതായത് ഇതൊന്നും കൂടാതെ, ഈ റോ മെറ്റീരിയൽ ഒന്നും കൂടാതെ എനിക്ക് കുറച്ച് ചിലവുകൾ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ള ചിലവെന്ന് പറയുന്നത്? വേജ് ഒരു ചിലവായിരുന്നു അല്ലേ, പിന്നെ എന്തായിരുന്നു, ഇലക്ട്രിസിറ്റി ഒരു ചിലവായിരുന്നു, റെൻറ്റ് ഒരു ചിലവായിരുന്നു, പിന്നെ എന്ത് ചിലവായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഫ്രൈറ്റ് ഒരു ചിലവായിരുന്നു, ക്യാരേജ് ഇൻവേർഡ് ചിലവായിരുന്നു. ഇതെല്ലാം എന്താണ്? ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഓക്കെ ആണല്ലോ. അത്രയും എഴുതിയതിന് ശേഷം നമ്മൾ ബൈ സൈഡിലേക്ക് പോവാം. ബൈ സൈഡിൽ നോക്കിക്കേ, എത്ര രൂപയ്ക്കാണ് മക്കളെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നു 6 ലക്ഷം രൂപയ്ക്കായിരുന്നു നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ എടുത്ത് പറഞ്ഞു ഒരു 10,000 രൂപയുടെ സാധനം തിരിച്ചു വന്നു ഇല്ലേ. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? റിട്ടേൺ ഇൻവേർഡ് ആണ്, അല്ലെങ്കിൽ സെയിൽസ് ഇൻവേർഡ്സ് ആണ്. ഓക്കെ ആണല്ലോ. 10,000 രൂപ ഇന്നർ കോളത്തിലാണ് എഴുതിയിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. മൈനസ് ചെയ്തിട്ട് 5,90,000 രൂപയാണ് വരുന്നത്. എന്തെങ്കിലും നമ്മുടെ ഫോർമാറ്റിൽ എന്തുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. നമുക്കുണ്ടോ? നമുക്ക് ഒരു ക്ലോസിംഗ് സ്റ്റോക്കും ഇല്ല. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല. അപ്പോൾ ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടുമില്ല, ഒന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മളൊന്നും എഴുതേണ്ട, അതങ്ങ് വിട്ടേക്കുക. ഇതൊക്കെ ഉണ്ടാവും കേട്ടോ, അടുത്ത പ്രോബ്ലത്തിൽ ഇതെല്ലാം ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളെല്ലാം ക്ലിയർ ചെയ്തു, എല്ലാം എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ടാലി ചെയ്യണം ഇല്ലേ. ഇതിന് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? P&L അക്കൗണ്ടിലേക്കാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം ഏത് സൈഡിലാണ് കൂടുതലുള്ളത്. ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു ഏത് സൈഡിലാണോ കൂടുതൽ വരുന്നത്, കൂടുതലിൽ നിന്നാണ് കുറവ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൈനസ് ചെയ്യേണ്ടത്. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണോ, ഇവിടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണോ കൂടുതൽ? ഇവിടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതല്ലേ കൂടുതൽ. 5,90,000 രൂപ രണ്ട് സ്ഥലത്തേക്കും 5,90,000 രൂപ എഴുതുക. ഈ 5,90,000 രൂപയിൽ നിന്ന് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള എക്സ്പെൻസുകളും ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്ന 55,000 രൂപ. ഈ 55,000 രൂപ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഓൾറെഡി നമുക്ക് കിട്ടി ഇല്ലേ. നമ്മളത് എന്ത് ചെയ്തു? നമ്മുടെ ഫോർമാറ്റിലേക്കൊന്ന് മാറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? ട്രേഡിംഗ് അക്കൗണ്ട് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഓക്കെ ആയല്ലേ. ഇനി ഫോർമാറ്റൊക്കെ നോക്കി എന്ത് ചെയ്യും? ഒരു 2 പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതിനുള്ള ക്ലിയർ ആവും. അതായത് എല്ലാ ആൻസേഴ്സും കിട്ടി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്ലിയർ ആവും, ഒരു ഡൗട്ടും ഉണ്ടാവില്ല. നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. അതിന് ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ എമൗണ്ട് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് തന്നെയാണ് കിട്ടുന്നത്. ഇതാണ് നിങ്ങൾക്ക് കിട്ടേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുക. മിസ് എഴുതിയ നോട്ട് ആയതുകൊണ്ട് തന്നെ ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ക്ലിയർ ആവുന്നില്ല, ഏതെങ്കിലും വേർഡ്സ് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. പുഷ്പം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി തോന്നുന്നു. വളരെ ക്ലിയർ ആയിട്ട് കാണുക, ഷോർട്ട് നോട്ട്സ് എഴുതുക. വേണ്ട കാര്യങ്ങൾ മിസ്സ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു ഇതുമില്ലാതെ 10 മാർക്ക് നമ്മുടെ കയ്യിലോട്ടിരിക്കും. ഇതിനൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് മടിക്കരുത്. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ച് ഡിസ്കഷനായിട്ട് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ.